സ്തോത്ര പ്രിയപ്പെട്ടവർ, ആമേൻ. അതേ ഭാര്യയെ ഭർത്താവുമായി തീർന്ന കാര്യം ഞാൻ അത് ഇവിടെ ദൈവദാസ നിലയിൽ ഞാനിവിടെ വിളംബരം ചെയ്തു കൊള്ളുന്നു. മേല രണ്ടല്ല ഒരു മേഘമത്രേ. ആമേൻ. കർത്താവിനാൽ ഒരു അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആകയാ ദൈവം യോജിപ്പിച്ചതേ മനുഷ്യൻ വേർതിരിക്കരുത്. ചേച്ചി ഭയങ്കര പാവമാണ്, ഭയങ്കര ലവിങ് ആണ്, എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നേരെ ചേച്ചിനെ വിളിച്ചാൽ മതി. ചേച്ചി അങ്ങനെയാണ്, അത് കുഴപ്പമില്ലടാ, നമുക്ക് റെഡിയാക്കാം. എന്ത് കാര്യമോ നമുക്കിപ്പോൾ ഒരു എന്താഗ്രഹം ഉണ്ടോ ചേച്ചി അത് പറയുന്നതിന് മുന്നേ അത് ചെയ്തു തരും. ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും ചേച്ചിയും തമ്മിൽ 7 വയസ്സിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. അതേപോലെ തന്നെ എന്നെ എപ്പോഴും ഒരു കുഞ്ഞനിയനെ പോലെ തന്നെ മീൻസ് ഭയങ്കര ഒരു കുഞ്ഞായിട്ടാണ് എന്നെ എപ്പോഴും കാണുന്നത്. ഞാൻ എന്താ പറഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ മേടിച്ചു തരും. ജിബിൻ അച്ചാച്ചൻ എന്ന് വിളിക്കണമായിരിക്കും അല്ലേ? ജിബിൻ അച്ചാച്ചനെ പറ്റി പറയുകയാണെങ്കിൽ അച്ചാച്ചൻ ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആണ്, പക്ക അറേഞ്ച്ഡ് മാരേജ് ആണ്. മാട്രിമോണി വഴി ആയിരുന്നു, ക്രിസ്ത്യൻ മാട്രിമോണി. അച്ചാച്ചൻ ആദ്യം തന്നെ സംസാരിച്ചപ്പോൾ തന്നെ പക്ക ഒരു പാവമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എന്നോട് മീൻസ് ഇപ്പോഴും നല്ല പാവം, മീൻസ് എന്നെക്കാട്ടും പാവമായിട്ട് എനിക്ക് തോന്നി. മെച്യൂരിറ്റിയുടെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കല്യാണം കഴിയുമ്പോഴത്തേനും റെഡി ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? അതെ അതെ. അന്ന് ഞങ്ങൾ രണ്ടും അധികം ഒന്നും സംസാരിച്ചില്ല, കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല. സേവ് ദ ഡേറ്റ് തന്നെ ഞങ്ങൾ നേരിട്ട് കണ്ടത്. പക്ഷെ അങ്ങനെ ആദ്യമായിട്ട് കണ്ട ഫീലൊന്നും അന്ന് മീൻസ് തോന്നിയില്ല. ചേച്ചനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ചേച്ചിയെ സഹിക്കുമെന്ന് തോന്നുന്നു. എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കര സപ്പോർട്ടീവും എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. കണ്ടോ ഇമോഷണൽ ആയി എന്നെ പറ്റി പറഞ്ഞപ്പോ.